അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, നേരത്തെ ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ ഇത് ആഗോള അയ്യപ്പ സംഗമമാണോ അതോ ആഗോള നിക്ഷേപക സംഘമാണോ? കാരണം നിങ്ങൾ തന്നെ പറഞ്ഞാണ്, മറ്റുള്ളവർ പറഞ്ഞതല്ല. അതായത് ഡയമണ്ട് ക്ലബ്ബ് കാർഡ് കിട്ടണമെങ്കിൽ 3 കോടിക്ക് മേൽ ചിലവാക്കണം എന്നുള്ളത് അല്ലേ? 1 കോടിക്കും അതുപോലെ 3 കോടിക്കും അകത്ത് ചിലവാക്കുകയാണെങ്കിൽ പ്ലാറ്റിനം, പിന്നെ ഗോൾഡ്, സിൽവർ, ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഇപ്പോൾ നോക്കൂ, 2ാം പിണറായി സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി 6-7 മാസങ്ങളേ ഉള്ളൂ. വൈകി വന്ന വിവേകമാണോ ഇത്? അതായത് അയ്യപ്പനെ അങ്ങ് സ്നേഹിച്ച് കളയാം, അല്ലെങ്കിൽ ഭക്തരെ അങ്ങ് വിശ്വാസത്തിൽ എടുക്കാമെന്നുള്ളത്. നിങ്ങളുടെ അജണ്ട എന്താണ്? അത് പൊളിറ്റിക്കലാണോ അല്ലെങ്കിൽ അത് സാമ്പത്തികമായിട്ടുള്ള അജണ്ടയാണോ? കാരണം ഇത് സ്പോൺസേഡ് പരിപാടിയാണ്. അതുകൊണ്ട് ന്യായമായും ഇതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ സംശയമുണ്ട്. ആരുടെ അജണ്ടയാണ് അറിയേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ദേവസ്വം ബോർഡിൻ്റെ അജണ്ടയാണെങ്കിൽ അവർ ആ അജണ്ട വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമലയുടെ പ്രാധാന്യം, യശസ് ആഗോളതലത്തിൽ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി വളരെ സതുദ്ദേശത്തോടു കൂടി വിശ്വാസികളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം അത് നടക്കരുത് എന്ന ദുർവാശി നമ്മളെന്തിനാണ് പിടിക്കുന്നത്? ഞാൻ ശ്രീ രാജേഷ് പറഞ്ഞതിന് മറുപടി പറയുന്നതിന് മുൻപ് ആങ്കർ തന്നെ, ബഹുമാനപ്പെട്ട അങ്ങ് തൻ്റെ ഇൻട്രോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഹൈക്കോടതിയിൽ ഇതിനെ സംബന്ധിച്ചുള്ള കേസ് വന്നു കഴിഞ്ഞു. അവിടെ നിന്ന് താൽക്കാലിക അനുമതി ലഭ്യമായി. അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനകത്തൊരു ധ്വനിയുണ്ട്, ഏത് വിധേനയും ഇത് തടയും എന്നുള്ള നിലയിലാണ്. നിങ്ങളിത് തടഞ്ഞ് ആർക്ക് വേണ്ടിയിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കാൻ ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുന്ന ആളുകൾക്ക് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം, ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ ആദ്യം സംസാരിച്ച ബഹുമാന്യനായ വ്യക്തി സൂചിപ്പിച്ചു, അദ്ദേഹം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയെക്കുറിച്ച് മാത്രമേ, വിധിയുടെ തുടർച്ച മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് ഈ വിധി എങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചല്ലേ. അതല്ലേ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ തുടക്കത്തിൽ ഈ വിധി എങ്ങനെ ഉണ്ടായി. നിങ്ങളിവിടെ ആക്ഷേപിക്കുന്നത് പോലെ, അധിക്ഷേപം ചൊരിയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാരോ പിണറായിയുടെ നോമിനിയോ അല്ലെങ്കിൽ മറ്റ് ഇടതുപക്ഷ സ്വഭാവമുള്ള ആരെങ്കിലുമാണോ ഈ വിധിക്ക് പിന്നിൽ? ഈ യുവതീ പ്രവേശനം സാധ്യമാക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ പെറ്റീഷൻ ഫയൽ ചെയ്തത് ആരാണ്? ഞാൻ എൻ്റെ അറിവിലേക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്ന 4 ആളുകളോടും, ആങ്കർ ഉൾപ്പെടെയുള്ള 4 ആളുകളോടും ചോദിക്കുകയാണ്, ആരാണ് ഈ പെറ്റീഷൻ ഫയൽ ചെയ്തത്? ആ പേരൊന്ന് പറഞ്ഞാൽ അടുത്തെൻ്റെ മറുപടി ഞാൻ ആരംഭിക്കാം. അല്ല, അതൊക്കെ നേരത്തെ അങ്ങനെ പറയാം. അതാണ് വിഷയം, അതാണ് വിഷയം. നിങ്ങൾ ആഗോള അയ്യപ്പ നിങ്ങളിപ്പോ എല്ലാരും കൂടി കൂവി തോപ്പിക്കാനാണെങ്കിൽ 20-ാം തീയതി നടക്കാനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം, ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതാണ് ആഗോള അയ്യപ്പ യുവതീ പ്രവേശനമാണോ ഇവിടെ വിഷയം? ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്? അതിലൊരു വ്യക്തത ഞാൻ പറയാം. യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് ആദ്യം സംസാരിച്ച ബഹുമാനപ്പെട്ട വ്യക്തി പറഞ്ഞു, ഇവിടെ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ കേൾക്കാമല്ലോ. യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് അനുബന്ധമായി പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമല ക്ഷേത്രത്തിൽ യുവതികൾക്ക് പ്രവേശനം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത വ്യക്തി ആരാണ്? അത് പറയാൻ മടിയുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിക്ക് മാറ്റാം. ഇനി വിഷയം അതല്ല. ഓക്കെ, ഒരു മിനിറ്റ്. എന്താണ് എനിക്ക് ഒരു മിനിറ്റ്, ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, അദ്ദേഹം പറയട്ടെ പ്ലീസ്. അല്ലല്ല, സുപ്രീം കോടതിയിൽ ഇവിടെ ആദ്യം സംസാരിച്ച വ്യക്തി, ശബരിമല കർമ്മസമിതിയുടെ ബഹുമാനപ്പെട്ട പ്രതിനിധി പറഞ്ഞത്, ഇവിടെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണ് ഡിസ്കഷൻ എങ്കിൽ നമുക്ക് അത് നടത്താം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അതല്ല. അതാണ് ഇവിടെ കേട്ടോണ്ടിരുന്നതും ആയിരക്കണക്കിന് പ്രേക്ഷകർ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയതും ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതും ഇവിടെ എന്താ പറഞ്ഞത്? യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷവും ഭരണപക്ഷവും സ്പോൺസർ ചെയ്തു എന്ന നിലയിലൊക്കെയുള്ള വാദഗതികളുടെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രസക്തമായ ചോദ്യം, ആ യുവതീ പ്രവേശനം സാധ്യമാക്കണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ പെറ്റീഷൻ കൊടുത്തത് ആര്? അതാണ് എൻ്റെ ചോദ്യം. ഞാൻ ചോദിച്ചത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഇത്രയും പ്രൊവോക്കേറ്റഡ് ആവാതെ, ഇത് ചർച്ചയല്ലേ?
നിങ്ങൾ എന്തിനാ ഇങ്ങനെ എനിക്ക് യെസ്, ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. അല്ല, എന്തായാലും ഞാൻ പറഞ്ഞല്ലോ. യെസ്, സുരേഷ് കുമാർ ആങ്കർ എന്ന നിലയിൽ നിങ്ങൾ ഉന്നയിക്കുന്ന നിങ്ങൾ പറയുന്ന കാര്യത്തിന് മറുപടി മാത്രം പറയാൻ വന്നിരിക്കുന്ന ആളല്ല. ആങ്കർ എന്ന നിലയിൽ ഇവിടെ ഉണ്ടായ ചോദ്യത്തിന് റെലവന്റ് ആയിട്ടുള്ള മറുപടി പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ബഹുമാനപ്പെട്ട ശബരിമല കർമ്മസമിതിയുടെ പ്രതിനിധി ഇവിടെ ചോദിക്കുകയാണ്. സുപ്രീം കോടതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ പെറ്റീഷന്റെ പിന്നിൽ ആരെന്നുള്ള ചോദ്യം ചോദിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം എനിക്കുണ്ട്. നിങ്ങൾ സുരേഷ് കുമാർ ഇവിടുത്തെ വിശ്വാസി സമൂഹം നേരിട്ട വിഷയമാണ്. അതാണ് സുഹൃത്തെ ഞാൻ ചോദിച്ചത്. ആ വിഷയമാണ് ഞാൻ അവതരിപ്പിച്ചത്. ആഗോള അയ്യപ്പ ഭക്ത സംഘവുമായി ബന്ധപ്പെട്ട കാര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വിഷയം അവതരിപ്പിച്ചത്. ആ വിഷയത്തിന് ആഗോള അയ്യപ്പ ഭക്ത സംഘവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറയും. ആ വിഷയത്തിലേക്ക് അറിയാം. അതല്ല വിഷയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നത്. നിങ്ങൾ അതിൽ പിടിച്ച് അങ്ങനെ നിൽക്കാതെ എന്നാൽ ഞാൻ പറയാം വിഷയത്തിലേക്ക് പറയാം. സംഘപരിവാറിന്റെ നേതൃസ്ഥാനത്തുള്ള പ്രേരണാകുമാരി എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ BJPയുടെ മീഡിയ സെല്ലിന് നേതൃത്വം നൽകുന്ന യുവതിയാണ് ഈ പെറ്റീഷന്റെ പിന്നിൽ. സംശയമുണ്ടോ? സംശയമുണ്ടോ? അങ്ങനെയാണ് ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. പ്രേരണാകുമാരിയുടെ കാര്യം പറഞ്ഞു. പ്രേരണാകുമാരിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? സുപ്രീം കോടതി ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണോ? കമ്മ്യൂണിസ്റ്റുകാരല്ല സുപ്രീം കോടതി പോയത്. പക്ഷേ എന്റെ ചോദ്യം സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞോ പിണറായി വിജയൻ സർക്കാരിനോട് നിങ്ങൾ പോലീസ് സംരക്ഷണം നൽകി ഈ അവിശ്വാസികളായ യുവതികളെ ശബരിമലയിലേക്ക് കയറ്റണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇവിടെ എന്താ സംഭവിച്ചത്? താങ്കൾ യുവതി പ്രവേശനത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ശബരിമല സമിതിയുടെ പ്രതിനിധി എന്നുള്ള നിലയിലും കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള നിലയിലും രണ്ടാളുകൾ വന്നിരുന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ആ വിധി ഉണ്ടാവാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് തിട്ടൂരം ഇങ്ങോട്ട് വെച്ചാൽ അതൊന്നുമില്ല. വിശ്വാസ സമൂഹങ്ങളുടെ ആശങ്കയാണ് ഞങ്ങൾ മുൻവയ്ക്കുന്നത്. വിശ്വാസികൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടെ. നിങ്ങൾ ആരെന്ത് പറയുന്നില്ലല്ലോ. നിങ്ങൾ ചർച്ചയിൽ അയ്യപ്പ ഭക്ത സംഗമം വിധി ഉണ്ടായിട്ടില്ല. മറ്റു മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ആ യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് നടപ്പിലാക്കി. നിങ്ങളെല്ലാം പറഞ്ഞപ്പോ ശ്രദ്ധയോടുകൂടി ഞാൻ കേട്ടല്ലേ ഇരുന്നത്. അല്ല, പക്ഷേ സഹിഷ്ണുത കാണിക്കും. നിങ്ങൾ ഇതിൽ തന്നെ സഹിഷ്ണുത കാണിക്കും. എന്തായാലും ഉത്തരം താങ്കൾ തന്നെ പറഞ്ഞു. പ്രേരണാകുമാരിയാണ്. ആ ഉത്തരവ് വന്നപ്പോൾ ഭയ്യാജി ജോഷി അടക്കമുള്ള RSS സർസംഘചാലകന്റെ നിലപാടെന്തായിരുന്നു? രാജഗോപാൽ അദ്ദേഹത്തിന്റെ നിലപാടെന്തായിരുന്നു? പിന്നീട് ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിട്ടുള്ള ശ്രീ ബാബു അദ്ദേഹത്തിന്റെ നിലപാടെന്തായിരുന്നു? ഇങ്ങനെ നമ്മളൊരു ശ്രേണി പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്തായിരുന്നു? രമേശ് ചെന്നിത്തലയുടെ നിലപാടെന്തായിരുന്നു? ഇവരെല്ലാം ആദ്യഘട്ടത്തിൽ ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ആ വിധിയെ സ്വാഗതം ചെയ്യുകയും ഇത് ചുമ്മാ എന്തെങ്കിലും പറയാതെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്. ഞാൻ ഇവിടെ ഏതെങ്കിലും കയ്യടി നേടാൻ വേണ്ടി പറയുന്നില്ല. വസ്തുതയാണ് പറയുന്നത്, ഫാക്റ്റാണ് പറയുന്നത്. അപ്പോൾ നിരത്തിൽ അന്ന് വിശ്വാസികളും ചില സംഘടനകളുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള നാമജപ ഘോഷയാത്രയുടെ നീളം കൂടുന്നു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം നിലപാട് തിരുത്തിയ ആളുകളാണ്. പിന്നീട് അങ്ങ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, അങ്ങ് എന്നോട് ചോദിച്ചത് ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഉണ്ടാകുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് തൊട്ട് അധികാരത്തിലെത്തി, അല്ലെങ്കിൽ ഭരണഘടന തൊട്ട് അധികാരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെന്റിന് ഈ ഭരണഘടനാ വിധിയോടൊപ്പം അല്ലാതെ മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്. മറിച്ചൊരു നിലപാട് സ്വീകരിക്കണമായിരുന്നു. ഇരുട്ടിന്റെ മറവിൽ പോലീസ് സംരക്ഷണയിൽ കൊണ്ടുപോകാൻ സുപ്രീം കോടതി പറഞ്ഞു. ഒറ്റ മിനിറ്റ്. മറിച്ചൊരു നിലപാടാണ് സ്വീകരിക്കേണ്ടിയിരുന്നുവെങ്കിൽ ഇതേ ഉത്തരവിനോടൊപ്പം തന്നെ സൂര്യക്ഷേത്രത്തിൽ അടക്കമുള്ളയിടത്ത് പതിറ്റാണ്ടുകളായി സ്ത്രീ പ്രവേശനം ഇല്ലാതിരുന്നിടത്ത് സ്ത്രീകളെ പ്രവേശിച്ചു. അവിടെ എവിടെയെങ്കിലും സംഘപരിവാറിന്റെയോ ഏതെങ്കിലും ഒരു സംഘടന അതിനെതിരായ ഒരു സമരം ചെയ്തിട്ടുണ്ടോ? രണ്ടും രണ്ടാണ് സുരേഷ്. എന്തെങ്കിലും പാവപ്പെട്ട വിശ്വാസികളെ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുരേഷ് കുമാർ. അന്ന് ആ വിധി വന്നപ്പോ അന്ന് ആ വിധി വന്നപ്പോ വിശ്വാസികളായിട്ടുള്ള ഏതെങ്കിലും സ്ത്രീകൾ ശബരിമലയിലേക്ക് പോയോ? എല്ലാം നിങ്ങൾ കെട്ടിയിറക്കിയ ആളുകളായ എന്ത് വിശ്വാസം? ഹൈക്കോടതിയുടെ സുപ്രീം എന്ത് വിശ്വാസം? താങ്കൾ ചോദിച്ച ചോദ്യത്തിലോട്ട് ഞാൻ വരാം. ശബരിമല തീർത്ഥാടനം, ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം, മാരമൺ കൺവെൻഷൻ,
പരുമല തീർത്ഥാടനം, നമ്മുടെ ആറ്റുകാൽ പൊങ്കാല അടക്കമുള്ള കാര്യങ്ങൾ, ഭീമാപ്പള്ളി ഉറൂസ്, ഇതെല്ലാം നടക്കുന്ന സന്ദർഭത്തിൽ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടവും ഒക്കെ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. പതിറ്റാണ്ടുകളായി പമ്പാ സംഗമം നടക്കുകയാണ്. ശബരിമലയുടെ യശസ് ഉയർത്തുന്നതിന് വേണ്ടി ഈ ആഗോള സംഗമം സംഘടിപ്പിക്കുന്നു. നമ്മൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക്, ഈ കൂട്ടത്തിലുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അതിൽ സഹകരിക്കാം. വിശ്വാസികളല്ലെങ്കിൽ അതിനെ എതിർക്കേണ്ടവർക്ക് മാറി എതിർക്കാം. അല്ലാതെ 22-ാം തീയതി മറ്റൊരു സംഗമം അവിടെ നടക്കുന്നുണ്ടല്ലോ, ആരും അതിനെതിരായി എതിർപ്പുന്നയിക്കുന്നില്ല. അതിന് അങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നുണ്ടെങ്കിൽ ക്ലബ് മെമ്പർഷിപ്പ് വെച്ചിട്ടാണോ നിങ്ങൾ അതിലേക്ക്? അല്ലല്ല, അതെല്ലാം നിങ്ങളുടെ വർണ്ണനയാണ്. അതെല്ലാം നിങ്ങളിപ്പോ ഇവിടെ പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞു. ആ കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയാൻ ഞാൻ ആളല്ല. ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞതിനപ്പുറം പറയാൻ ഞാൻ ആളല്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? താങ്കൾ പറഞ്ഞു ഇപ്പൊ ശബരിമല ക്ഷേത്രത്തിന്റെ സ്ഥായിയായ ശബരിമലയുടെ വികസനം, ശബരിമല ക്ഷേത്രത്തിന് ആഗോള പ്രശസ്തി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഗമം. അത് മാത്രമല്ല ഒരു മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളടക്കം പങ്കെടുത്തു, സബ്ജക്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഒരു 100 കോടിക്കപ്പുറമുള്ള തുകയിൽ 1000 കോടിക്കപ്പുറമുള്ള തുകയിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. 3 ഘട്ടമായിട്ടാണ് ആ മാസ്റ്റർ പ്ലാന്റെ ഇത് പണി അവിടെ പൂർത്തിയാകുന്നത്. സുരേഷ് കുമാറെ 9 വർഷമായി ഭരിക്കല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര ഗവൺമെന്റ് നയാ പൈസയുടെ വികസനം ശബരിമലയിൽ സാധ്യമാക്കിയിട്ടുണ്ടോ? 100 കോടി തന്നിരുന്നല്ലോ കേന്ദ്ര സർക്കാർ. 100 കോടി തന്നിരുന്നല്ലോ. 100 കോടി തന്നിരുന്നല്ലോ. 20 കോടി തന്നിരുന്നല്ലോ. 20 കോടി മാത്രമല്ലേ ചെലവഴിച്ചത്? 50 കോടി ലാഭസായില്ലേ? 200 കോടി രൂപ ഈ സാമ്പത്തിക വർഷം ശബരിമലയുടെ നടപ്പിലാക്കിയ ഗവൺമെന്റാണ് കേരളത്തിലെ വികസനം. വിരിവെക്കാനുള്ള സൗകര്യം പോലും ഇല്ല. സാധ്യമാക്കിയത്